ഞാൻ ഏത് സമയത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? 5 മണിക്ക്. ഞാൻ 5 മണിക്ക് പറഞ്ഞു. ഞാനപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴായിരിക്കും എത്തിയിരിക്കുന്നത്? പ്രസന്റിൽ പറഞ്ഞിട്ട് ഞാൻ ചെന്ന സമയം എഴുന്നേറ്റ സമയമാണ് ഐ വോക്ക് അപ്പ്. ആദ്യം നടന്ന ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏത് പ്രസന്റിന്റെ കൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലുവന്റ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ 15ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജെഷിൻ, ആർ യു റെഡി ഫോർ ടുഡേ? യെസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏതായിരുന്നു പഠിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ? സിമ്പിൾ പാസ്. സിമ്പിൾ പാസ്. നമ്മൾ ടെൻസിലേക്ക് കടന്നിരുന്നു അല്ലെ? ലാസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ടെൻസിലേക്ക് കടന്നിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പാസിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പാസ് എവിടെ ഉപയോഗിക്കാം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്, ഇത് ഏതെല്ലാം അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വേണ്ട സിമ്പിൾ പാസിനെ പറ്റി ഏതൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, സ്പോക്കൺ ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുള്ള അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാണുന്നവർ സിമ്പിൾ പാസിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം ഈ രണ്ടാമത്തെ വീഡിയോ കാണുക. കാരണം അതിനൊരു കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം സിമ്പിൾ പാസിന്റെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു. അതിനുശേഷം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പിന്നെയുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കും എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ്. അല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിൽ ചെറിയൊരു ലിങ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമായിരിക്കും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതായിരിക്കും ജെഷിനെ? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിരുന്നു, അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏകദേശം എല്ലാ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കുകളിലും ഉള്ളതാണ്. ഞാൻ കുറേ ഗ്രാമർ ബുക്കുകളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം എല്ലാത്തിനും തന്നെ ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ സെന്റൻസ് എന്നെ സെലക്ട് ചെയ്ത് നിങ്ങളും ഇത് പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് പാസ്റ്റ് പ്രസന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഒരു എക്സാമ്പിൾ, ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അതായത് 5 PM, 3 PM, then 2:30 PM. ഏതെങ്കിലും ഒരു സമയം, 3 സമയങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഞാൻ സംസാരിക്കുന്ന സമയം ഏതാണ്? ഇവിടെ ലിപ്പ് കൊടുത്തിരിക്കുന്നത് സംസാരിക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ്. ഞാൻ 5 മണിക്കാണ് സംസാരിക്കുന്നത്. ഞാൻ 5 മണിക്ക് എന്താ സംസാരിക്കുന്നത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ചേച്ചിനെ ഞാൻ ഏത് സമയത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? 5 മണിക്ക്. ഞാൻ 5 മണിക്ക് പറഞ്ഞു. ഞാനപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴായിരിക്കും എത്തിയിരിക്കുന്നത്? 3 മണി. ഞാൻ എത്തിയത് 3 മണിക്കാണ്. ഞാൻ എത്തിയപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല, ട്രെയിൻ പോയിരുന്നു. ട്രെയിൻ എപ്പോ പോയി? 2:30. 2:30ക്ക് ട്രെയിൻ പോയി. അപ്പൊ ഞാൻ പറയുന്നതിന് വെച്ച് എത്ര പാസ്റ്റ് അവിടെ ഉണ്ട്? ഞാൻ പ്രസന്റിലാണ് സംസാരിക്കുന്നത് അല്ലേ? 5 PM എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. ഞാൻ പ്രസന്റിലാണ് സംസാരിക്കുന്നത്. ഞാൻ 3 മണിക്ക് ഞാൻ എവിടെ എത്തി എന്ന് പറയുന്നു? റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് പറയുന്നു. അപ്പം 5 മണി വെച്ച് നോക്കുമ്പോൾ 3 PM എന്താണ്? പാസ്റ്റ് ആണ് അല്ലേ? ഈ പാസ്റ്റ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ 2:30ക്ക് ട്രെയിൻ പോയി എന്ന് പറയുന്നു. വീണ്ടും എന്താണ്? പാസ്റ്റ് ആണ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാശയമാണ് പ്രസന്റിന്റെ പാസ്റ്റിന്റെ പാസ്റ്റ്. അതായത് ഞാൻ സംസാരിക്കുന്നത് അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ പറഞ്ഞു തരാം. എവിടെയാണ് പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. എന്താ മനസ്സിലായേ? പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ അതിലൂടെ ജസ്റ്റ് മനസ്സിലാക്കുന്നേ? 2 പാസ്റ്റ് ഉണ്ട്. ഞാൻ പ്രസന്റിൽ പറയുന്നു, പറഞ്ഞത് കഴിഞ്ഞൊരു പാസ്റ്റും അതിന് മുമ്പേ നടന്നൊരു പാസ്റ്റുമാണ്. അതായത് പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഏതായിരുന്നു പറഞ്ഞേ? പാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ പാസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞേ? അല്ലേ? നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരുന്നു. നമ്മൾ പാസ്റ്റ് ആക്ഷനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ സമയം ഉണ്ടാവും, സ്പെസിഫിക് സമയമായിരിക്കും. അതിനെ പറ്റി പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇനി ആ സിമ്പിൾ പാസ്റ്റിന്റെ വേറൊരു പാസ്റ്റ് കൂടി പറയുമ്പോൾ അത് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ നിന്നും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ലിങ്ക് ഇതാണ്. പ്രസന്റിന്റെ പാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെഴുതണം? എന്തിലെഴുതണം? പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റില് സംസാരിക്കണം. വേറെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഇംഗ്ലീഷിന്റെ ഇതെങ്ങനെയായിരുന്നു? when I reached the railway station the train had left. അപ്പം ആദ്യം നടന്ന എവിടെയാണ്? ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചു അല്ലേ? ഞാൻ സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന ആദ്യം നടന്ന ആക്ടിവിറ്റി ഏതാണ്? റെയിൽവേ സ്റ്റേഷനിൽ. I reached the station അല്ലേ? when I reached the railway station അതാണ് ആദ്യത്തെ പാസ്റ്റ്. I reached the railway station. പാസ്റ്റ് ആക്ഷനിലെ ഏത് ടെൻസിൽ പറയണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ആക്ഷൻ ഏതിലാണ്? സിമ്പിൾ പാസ്റ്റ്. നമ്മൾ പാസ്റ്റ് ആക്ഷൻ ഏതാണ്? I reached the station അതാണ് സിമ്പിൾ പാസ്റ്റ്. ആ പാസ്റ്റിൽ നിന്നും അതിന്റെ പുറകെയുള്ള ഒരു പാസ്റ്റ് വേണം. അപ്പോൾ ഏത് ഉപയോഗിക്കണം? had left. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രസന്റിൽ സംസാരിക്കുന്നു. പാസ്റ്റിൽ ഞാൻ I reached the railway station എന്ന് പറയുന്നു. അത് പാസ്റ്റ് ആണ്. ആ പാസ്റ്റ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് തന്നെ എഴുതണം. അതിന് മുൻപുള്ള ഒരു കാര്യം നടന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഹാഡ് വെച്ച് പറയേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ്ലി എഴുതേണ്ടത്. കിട്ടിയോ? Yes. Okay, let's see one more example that is given. The movie had started when I reached the theater. The movie had started when I reached the theater. ഇതിലെ V2 എവിടെയാ ടെസ്റ്റിനെ ഉള്ളത്? എവിടെ V2 ഉള്ളത്? Movie had started. ഇതിലുണ്ടോ? Yes. ഏതാണുള്ളത്? Reached. ആര് റീച്ച് ചെയ്തു? When I reached. I reached. അതേതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ആദ്യം നടന്ന പാസ്റ്റ് അല്ലേ? Yes. അതാണ് V2. ഇവിടെ V2 ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ ഒരു പാസ്റ്റ് വേണ്ടേ? അപ്പോഴല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നേ? Yes. അതേതാണ് സിമ്പിൾ പാസ്റ്റിന്റെ പാസ്റ്റ്? The movie had started. അതായത് പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? had plus V3. കണ്ടോ? had plus V3 വന്നു. കൺഫ്യൂഷൻ ഉണ്ടോ? കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? എന്തുകൊണ്ടാണ് ഞാൻ സിമ്പിൾ പാസ്റ്റ് നിന്ന് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരാൻ കാരണം എന്താണ്? പാസ്റ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമ തുടങ്ങിയിരുന്നു. ദെൻ സമയത്താണ് ഞാൻ പറയുന്നത് 10 മണി ആയിരിക്കാം. 10 മണിക്ക് ഞാൻ തിയേറ്ററിൽ എത്തിയത് 6 മണിക്കായിരുന്നു. ഷോ തുടങ്ങിയത് 5 മണിക്കായിരുന്നു. അപ്പോൾ എൻ്റെ പാസ്റ്റ് ആദ്യത്തെ പാസ്റ്റ് എന്ന് പറയുന്നത് 6 PM ആണ്. ഞാൻ റീച്ച് ചെയ്ത സമയം. ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്, ഫിഗർ ഉണ്ട്. പക്ഷെ മൂവി സ്റ്റാർട്ട് ചെയ്തത് 5 PM ആണ്. അതായത് ആ പാസ്റ്റിന്റെ പാസ്റ്റ് മനസ്സിലേക്ക് ഇരിക്കട്ടെ. പാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സംസാരിക്കും. ക്ലിയർ ആയ കൺസെപ്റ്റ്? ജസ്റ്റ് ക്ലിയർ ആയ കൺസെപ്റ്റ്? യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇത് ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 1, 2, 3 examples are there. Just read the example. She had already finished her homework when her friends arrived. Okay, here tell me that what is the first happen? ഏതാണ് ആദ്യം നടന്നത്? She had already finished her homework. Had already finished the homework, അല്ലേ? Yes. ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. രണ്ടാമത് നടന്നത് എന്താണ്? Friends arrived. ഫ്രണ്ട്സ് അറൈവ് ചെയ്തു. ഫ്രണ്ട്സ് അറൈവ്ഡ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രണ്ട്സ് അറൈവ്ഡ് അല്ലേ? ഫ്രണ്ട്സ് അറൈവ്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. അതിനേ മുന്നേ നടന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? പാസ്റ്റിന്റെ പാസ്റ്റ് അല്ലേ? ഇതാണ് പ്രസന്റിന്റെ തൊട്ടടുത്ത് നടന്ന പാസ്റ്റ്. ഇതാണ് ഫ്രണ്ട്സ് അറൈവ്ഡ് എന്നുള്ളതാണ്. ഈ ഫ്രണ്ട്സ് അറൈവ് ചെയ്യുന്നതിന് മുൻപേ എന്ത് സംഭവിച്ചു? അവള് ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പാസ്റ്റിന്റെ പാസ്റ്റ് ആണ് had already finished. അപ്പം അത് ഏതിൽ വരും? പാസ്റ്റ് പെർഫെക്റ്റ് had ഉപയോഗിച്ച് വരണം. Okay, next example. Just read the next example. By the time I woke up, he had already left for work. By the time I woke up, he had already left for work. ഇതിൽ ആദ്യം നടന്ന പാസ്റ്റ് ഏതാ? Already left for work. Already left for work. Had already left for work. ഞാൻ എഴുന്നേറ്റത് എപ്പോഴാണ്? അദ്ദേഹം പോയതിനു ശേഷം അല്ലേ? അദ്ദേഹം പോയതിനു ശേഷമല്ലേ ഞാൻ എഴുന്നേറ്റത്? വോക്കിന് പോയതിനു ശേഷമാണ് എഴുന്നേക്കുന്നത്. അപ്പം ആദ്യം നടന്ന പാസ്റ്റ്, ഈ നടന്ന പാസ്റ്റിന്റെ മുന്നേ നടന്ന പാസ്റ്റിനാണ് അദ്ദേഹം പോയി എന്നുള്ളത്. അപ്പം ഏറ്റവും ആദ്യം നടന്ന പാസ്റ്റിന് നമ്മൾ ഹാഡ് വെച്ച് ഉപയോഗിക്കുന്നു. രണ്ടാമത് നടന്ന പാസ്റ്റിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. അതായത് ഞാനിപ്പോ പ്രസന്റിൽ പറഞ്ഞിട്ട് ഞാൻ ചെന്ന സമയം, എഴുന്നേറ്റ സമയമാണ് ഐ വോക്ക് അപ്പ്.
ആദ്യം നടന്ന പാസ്റ്റ് എന്ന് പറയുന്നത് ഏത് പ്രസന്റിന്റെ കൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് by the time I woke up he had already left for work എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റു എന്നുള്ളതാണ് പ്രസന്റ് കഴിഞ്ഞിട്ടുള്ള പാസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള പാസ്റ്റ് ആണ് ഏത്? ലെഫ്റ്റ് ഫോർ ദ ഹോം വർക്ക്, ലെഫ്റ്റ് ഫോർ ദ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ എഴുന്നേറ്റതിന്റെ പാസ്റ്റ് ആണ് ഏത്? ലെഫ്റ്റ് ഫോർ ദ പാസ്റ്റ്. അപ്പം ആദ്യം നടന്ന പാസ്റ്റിൽ എന്ത് വേണം? ഹാഡ് ലെഫ്റ്റ് എന്ന് ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ്, റീഡ് ദ നെക്സ്റ്റ് വൺ. She had finished her dinner. She had finished her dinner. ഇവിടെ എവിടെയാ സീക്വൻസ് ഉണ്ടോ അതില്? She had finished her dinner. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഇങ്ങനത്തെ പ്രയോഗവും ഉണ്ട്. രണ്ട് സമയം പാസ്റ്റിന്റെ പാസ്റ്റ് എന്ന പ്രയോഗം ഇല്ലാതെ തന്നെയും എന്ത് ഉപയോഗിക്കാറുണ്ട്? She had finished her dinner. ഇത് എപ്പോഴാണ് ഇങ്ങനെ സെന്റൻസ് ഉപയോഗിക്കുന്നത് അറിയോ? നമ്മൾ അത് ആദ്യം ഞാൻ സിമ്പിൾ പാസ്റ്റിന്റെ കൺസെപ്റ്റിലും പറഞ്ഞിരുന്നു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ടൈം, ഒരു സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ പറയുന്നതിന്റെ ആ കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരു കോൺവെർസേഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോഴാണ് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഭക്ഷണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരർത്ഥം വരുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. അവൾ അത്താഴം കഴിച്ച് കഴിഞ്ഞിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? They Had already left. They had already left. കേട്ടോ, they had already left. അങ്ങനെ പറയുമ്പോഴും നമ്മളൊരു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുക. അവര് നേരത്തെ പോയിരുന്നു കേട്ടോ, അവർ ഇതിനകം പോയി കഴിഞ്ഞിരുന്നു, ഇതിനകം പോയിരുന്നു. നമ്മളിവിടെ വേറെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുക. ആ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ സംഭവത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ പാസ്റ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ സംഭവിക്കും? സബ്ജക്ട് പ്ലസ് had പ്ലസ് V3. നമ്മൾ V3 ഉപയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് നെഗറ്റീവ് ആവുമ്പോൾ ഒരാൾ കയറി വരും. ആരാണ് കയറി വരുന്നത്? നോട്ട് കയറി വരും. കാരണം ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് വരാൻ കാരണം എന്താണ്? ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലറി വെർബ് ആയിട്ടാണ് വരുന്നത്. വേറെ ഒരു ചേഞ്ചും വരുന്നില്ല. V3 എന്ന് പറയുന്നത് V3 ആയിട്ട് തന്നെയാണ്, വേറെ വ്യത്യാസം വരുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഹാസ്, ഹാവ്, ഹാഡ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ V3 വരുള്ളൂ. അതിനോട് നോട്ട് വന്നാലും നോട്ട് വന്നില്ലെങ്കിലും വേർബിന്റെ ഫോം എന്ന് പറയുന്നത് V3 ആയിരിക്കും. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഹാഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിക്കുക. അതായത് രണ്ട് രീതി നമുക്ക് പറയാം. പാസ്റ്റിന്റെ പാസ്റ്റ് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സീക്വൻസ് ഒരു കാര്യം കഴിഞ്ഞ് വേറൊരു കാര്യം നടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും തിയേറ്റർ സിനിമ തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്, രണ്ട് ആക്ടിവിറ്റി നടക്കുന്നത്. അങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു പാസ്റ്റ് ഫാമിലി, പ്രസന്റ് ഫാമിലി എന്ന് പറഞ്ഞിരുന്നു. ഓർത്തിരിക്കുക, ഏതാണ് പാസ്റ്റ് ഫാമിലി? Was, where, did, had, is, are, does, do, has, have. ഇതെല്ലാ ക്ലാസ്സിലും വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കയറി വരാനാണ്. ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ പല പ്രാവശ്യം കേട്ടും പറഞ്ഞും നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയുള്ളത് ഇതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വളരെ കുറഞ്ഞൊരു കാര്യമാണ് ഇതിലുള്ളൂ. നമ്മൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? സീക്വൻസ് ആയിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിന്റെ പാസ്റ്റ് ആയിട്ടോ ഉപയോഗിക്കുക എന്ന് ഓർത്തേച്ചാൽ മാത്രം മതി. ആദ്യം നടന്നതിന്റെ കൂടെ ഹാഡ് ഉപയോഗിക്കുക, രണ്ടാമത് നടന്നതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. നമ്മൾ തിരിച്ചാണ് പറയുന്നതെങ്കിൽ പ്രസന്റിൽ ഉള്ള കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ആദ്യം നടക്കുന്നതിനെ സിമ്പിൾ പാസ്റ്റിലും പിന്നെ നടന്ന പാസ്റ്റ്, അതായത് പാസ്റ്റിന്റെ പാസ്റ്റ് നടന്നതിനെ എന്ത് ഉപയോഗിക്കണം? ഹാഡും ഉപയോഗിക്കണം. അങ്ങനെ രണ്ട് രീതിയിലും ഇത് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ഹാവ് ടു സെൻഡ് മീ ദ മെസ്സേജ്, then I will just reply you. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം സെന്റൻസുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നത്. Then as I tell always, please do repeat at home. Speak with your family members, your friends and even in front of the mirror or the camera. അങ്ങനെ പറഞ്ഞ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. Till then, bye bye. This is Jins from Fluent Now. Happy learning.